ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും പൈനാപ്പിൾ വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു പൈനാപ്പിൾ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് എടുക്കണില്ല, ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് പായസം റെഡിയാക്കുന്നത്. എന്നിട്ട് ഈ പൈനാപ്പിൾ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ അതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളെ സാബുനരി, സാഗോ റൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അത് ഞാനിതാ കേക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 വിസിലടിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പൈനാപ്പിൾ ആകുമ്പോഴത്തേന് അതും ആക്കി വെക്കുക. അപ്പോഴേക്കും ഇതാ പൈനാപ്പിൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കുകയാണ് തണുക്കാനായിട്ട്. ഇനി വേറൊരു പാനിലേക്ക് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് തിളച്ച് വന്നാൽ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള സാബുനരി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർക്കാൻ മറക്കരുത്. 1.5 ലിറ്റർ പാലട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിളച്ച് വന്നതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പൈനാപ്പിളും കൂടെ ചേർത്ത് മിക്സ് ആക്കുക. അതേപോലെ കുറച്ച് കാഷ്യൂനട്ട് വറുത്തതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.